ഓം ശ്രീ സായിരാം. പാരൻറ്റിങ്ങിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യസായി പാരൻറ്റിങ്ങിൻ്റെ അനിഷേധ്യമായ ഭാഗമായ അമ്മ, അച്ഛൻ, കുട്ടികൾ, ഈ ഒരു ബന്ധത്തിലെ കുറിച്ചിട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് നമ്മുടെ ഈ എപ്പിസോഡിലൂടെ നാം ചർച്ച ചെയ്യുന്നത്. വളരെ പ്രശസ്തമായൊരു ചൊല്ലുണ്ട്. പ്രദോഷേ ദീപകശ്ചന്ദ്ര, പ്രഭാതേ ദീപകോ രവി, ത്രൈലോക്യേ ദീപകോ ധർമ്മ, സുപുത്ര കുലദീപക. പ്രദോഷം, അതായത് രാത്രിയിൽ നമുക്ക് വെളിച്ചം തരുന്നത് ചന്ദ്രനാണ്. പ്രഭാതത്തിൽ നമുക്കറിയാം നമുക്ക് വെളിച്ചം തരുന്നത് സൂര്യനാണ്. 3 ലോകങ്ങളിലും വെളിച്ചം കൊടുക്കുന്നത് ധർമ്മമാണത്രേ. എന്നാൽ ഒരു പുത്രൻ, ഒരു സൽപുത്രൻ ഒരു കുലത്തിന് മുഴുവൻ വെളിച്ചമായി തീരും എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അങ്ങനെയുള്ള സൽപുത്രന്മാരെ, സുപുത്രന്മാരെ, സുപുത്രൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്ച്വലി പ്ലൂരലാണ്, അത് 2 ബോത്ത് ഗേൾസ് ആൻഡ് ബോയ്സ് രണ്ടും കൂടി ഉൾപ്പെടുന്നതാണ് ഉദ്ദേശിക്കുന്നത്. പുത്രൻ എന്നുള്ളത് ഒരു പ്ലൂരലായിട്ടാണ്. അപ്പോൾ അവിടെ അങ്ങനെയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കുകയാണ് നമ്മുടെ കടമ, ഒരു കുടുംബജീവിതത്തിൻ്റെ കടമ, അച്ഛനും അമ്മയുടെയും കടമ. അങ്ങനെയുള്ള സന്താനങ്ങളെ, കാരണം ഭഗവാൻ നമുക്ക് താൽക്കാലികമായിട്ട് രക്ഷകർത്താക്കൾ എന്നുള്ള ഒരു ബിരുദമാണ് അല്ലെങ്കിൽ ഒരു പേരാണ് തന്നിരിക്കുന്നത്. യഥാർത്ഥ രക്ഷകർത്താവ് ഭഗവാനാണ്, നമുക്കറിയാം. അപ്പോൾ ആ ഭഗവാൻ തന്നിരിക്കുന്ന നിധിയാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ. നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിലൊക്കെ പറയില്ലേ, ഈശ്വരൻ തന്ന നിധിയോ പരമേശ്വരി എന്തെങ്കിലും കിളിയോ എന്നൊക്കെ പറഞ്ഞ് പാടാറില്ലേ. ആ നിധിയാണ്. അതിനെ താൽക്കാലികമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു 10-60 കൊല്ലം അല്ലെങ്കിൽ ഒരു 80 കൊല്ലം ഒക്കെ ഈ ഭൂമിയിൽ ജീവിച്ച് തിരിച്ച് ഭഗവാനെ ഏൽപ്പിക്കണം. അതിന് നമ്മൾ അച്ഛനും അമ്മമാരും എന്ത് ചെയ്യണം? അച്ഛനമ്മമാരും കുട്ടികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയ സമ്പത്ത് എന്താണ്? ഇതാണ് ശരിക്കും പറഞ്ഞാൽ അമ്മയും അച്ഛനും ഒക്കെ ഈ പാരൻറ്റിങ് സെഷനിലൊക്കെ ചിന്തിക്കേണ്ടത്. ശരിക്ക് അമ്മയും അച്ഛനും പുസ്തകങ്ങളും അവരുടെ എന്തൊക്കെ ലക്ഷറീസാണ് മക്കൾക്ക് എൻജോയ് ചെയ്യാൻ വാങ്ങിക്കൊടുക്കുന്നത്, നമുക്കറിയാം കുട്ടികളെ. പക്ഷേ ഏറ്റവും അധികം അവർക്ക് കൊടുക്കേണ്ട എന്താ അറിയോ? അമൂല്യമായത് എന്താണ്? സമയം, ടൈം. ഭഗവാൻ പറയുന്നു, ടൈം വേസ്റ്റ് ഈസ് ലൈഫ് വേസ്റ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ കുട്ടികൾക്ക് സമയത്തിൻ്റെ പ്രാധാന്യമൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് നമ്മൾ റോൾ മോഡലായാൽ മാത്രമേ കുട്ടികൾ അത് പിന്തുടരുള്ളൂ. ആക്ച്വലി നമ്മുടെ വളരെ പ്രശസ്തമായ ഒരു ചൊല്ല്, ചിൽഡ്രൻ ഒബ്സർവ് നോട്ട് വാട്ട് വി സേ, ദേ ഒബ്സർവ് വാട്ട് വി ഡു. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതാണ് കുട്ടികൾ ഫോളോ ചെയ്യുക. അത് തെളിയിക്കാൻ ധാരാളം മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ പല മാർഗ്ഗങ്ങളിലും അങ്ങനെയൊക്കെ തെളിയിക്കും. കുട്ടികൾ നമ്മൾ പറയുന്ന കാര്യമല്ല ചെയ്യുക, നമ്മൾ ചെയ്യുന്ന കാര്യമാണ് അവർ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ അമ്മയും അച്ഛനും ചെയ്യുന്നത് എന്തോ അതാണ് കുട്ടികൾ ഫോളോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ കുട്ടികളോട് നിങ്ങൾ TV കാണരുത്, മൊബൈൽ, ഇൻ്റർനെറ്റ് ഇങ്ങനെയൊക്കെ ചെയ്യരുത് എന്നൊക്കെ നമ്മൾ പറയുന്നു. എന്നിട്ട് നമ്മളിപ്പുറത്ത് നിന്ന് ആ TVയും ഇൻ്റർനെറ്റും ചെയ്തുകൊണ്ടിരുന്നാൽ കുട്ടികൾ എങ്ങനെ അതൊക്കെ അനുസരിക്കും? ഒരിക്കലും അവരനുസരിക്കില്ല. അവർക്ക് ആ പേടി കൊണ്ട് അവരൊന്നും പുറത്ത് പറയില്ല. അപ്പോൾ അമ്മയുടെയും അച്ഛൻ്റെയും ഈ ദ്വന്ദ്വങ്ങൾ കുട്ടികൾ അനുസരിക്കില്ല. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ അമ്മയും അച്ഛനും കുട്ടികളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിച്ച് ആ മാഹാത്മ്യം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതി ഉണ്ടാവണം. അതായത് അമ്മ പറയണം, അച്ഛൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അമ്മ ചൂണ്ടിക്കാണിക്കണം, അമ്മയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് അച്ഛൻ ചൂണ്ടിക്കാണിക്കണം. അവരുടെ പരസ്പര ബഹുമാനവും അവരുടെ സ്നേഹവും അവരുടെ പ്രേമവും ഒക്കെ കണ്ടിട്ടാണ് കുട്ടികൾ വളരേണ്ടത്. അങ്ങനെയാണ് കുട്ടികളുടെ വ്യക്തിത്വ വികാസം നടക്കേണ്ടത്. നമ്മുടെ കുടുംബങ്ങളിലൊന്നും കുട്ടികളെ കെയർ ചെയ്യാനോ, നമ്മൾ പലപ്പോഴും കെയറിങ് എന്നൊക്കെ പറയുന്നത് ലക്ഷറീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്. അതല്ല അവരെ കെയറിങ്. അവർക്ക് ആ വ്യക്തിത്വ വികാസത്തിൻ്റെ പൂർണ്ണത ഇപ്പോൾ ശൈശവം, ബാല്യം, കൗമാരം, യൗവനാവസ്ഥയിലേക്ക് എത്തുമ്പോഴേക്കും പൂർണ്ണ വികാസം പ്രാപിച്ച, അതായത് ഈ ലോകത്തിൽ നന്മ വിതറാൻ, നേരത്തെ പറഞ്ഞ പോലെ വിളക്കായി മാറാൻ, ഒരു ലോകത്തിന് മുഴുവൻ വഴിവിളക്കായി മാറാൻ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ധൈര്യം പകർന്നു കൊടുക്കേണ്ടത്, വിദ്യാലയത്തിലേക്ക് അയക്കുമെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ റോൾ മോഡൽസ് അമ്മയും അച്ഛനുമാകണം. അപ്പോൾ അമ്മയും അച്ഛനിൽ നിന്നാണ് കുട്ടികൾ ഈ കാര്യങ്ങൾ പഠിക്കേണ്ടത്. അതിന് ചെറുപ്പം മുതലേ ഭഗവാൻ പറയുന്ന പോലെ കഥകളുണ്ട്, നല്ല നല്ല പാട്ടുകളുണ്ട്,
ഇതെല്ലാം കൊച്ചുനാൾ മുതൽ നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ എത്ര നേരം എല്ലാവരും വിചിന്തനം ചെയ്യേണ്ടതാണ്. നമ്മുടെ മക്കൾ ഇപ്പോൾ ഒരു 5-6 വയസ്സ് കഴിഞ്ഞാലൊന്നും മക്കൾ സ്വന്തം ഇഷ്ടം പോലെയാണ്. എല്ലാവർക്കും മൊബൈൽ ഫോണുള്ള പോലെ ഐഡൻറ്റിറ്റിയൊക്കെ സെപ്പറേറ്റാണ്. ഒരു ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമൊന്നും നമ്മുടെ നാട്ടിൽ വളരെ കുറഞ്ഞു വരുന്നു. അവിടെയാണ് ഭഗവാൻ പറയുന്നത്, ഒന്നിച്ച് പ്രാർത്ഥിച്ച കുടുംബം ഒന്നിച്ചിരിക്കും, അല്ലേ? ഫാമിലി ദാറ്റ് പ്രേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ എന്നൊക്കെ സാധാരണ നമ്മൾ പറയും. പക്ഷേ ഇവിടെ ആ പ്രാർത്ഥനാശീലം നമ്മുടെ കൊച്ചുങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുക, ക്രിട്ടിക്കൽ ആയിട്ടുള്ള ജീവിതത്തിലെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഈശ്വരനെ ശരണം പ്രാപിക്കാനൊക്കെ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഈ പ്രഹ്ലാദൻ്റെ കഥയൊക്കെ പറയുന്നത് പോലെ നമുക്ക് അങ്ങനെ സാധിക്കണം. നമ്മുടെ മക്കൾക്ക് ചെറു പ്രായത്തിൽ തന്നെ ആ നല്ല നല്ല ശീലങ്ങൾ വളർത്തി കാണിച്ചു കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അമ്മയുടെ പാദം നമസ്കരിക്കണം എങ്കിൽ ഈ ഒരു കുട്ടിയുടെ അമ്മ അവയുടെ അമ്മയെ പാദം നമസ്കരിക്കുന്നതായിട്ട് ഈ കുട്ടി കാണണം. അപ്പോഴല്ലേ അവർക്കത് ബോധ്യം വരും. അപ്പോൾ സമയം ധാരാളം ചിലവാക്കണം നമ്മളുടെ അമ്മയും അച്ഛനും കുട്ടികളുടെ കൂടെ. എങ്കിൽ മാത്രമേ കുട്ടികൾ അതിനനുസരിച്ച് വളരുള്ളൂ. മൂല്യഗാനങ്ങൾ, ചെറിയ ചെറിയ വാല്യൂ സോങ്സ് പണ്ടൊക്കെ ധാരാളം ഉണ്ടാവും, അല്ലേ? ഒരു ജീവിതത്തിൽ വ്യക്തിത്വ വികാസം പ്രാപിക്കുന്നതിനായിട്ട് ഈ അമ്മയും അച്ഛനുമായിട്ടുള്ള സംഭാഷണങ്ങളും അവർ പറഞ്ഞു കൊടുക്കുന്ന കഥകളും ഒക്കെ എത്ര സ്വാധീനം ചെലുത്തും. നമുക്കൊക്കെ അനുഭവമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മയും അച്ഛനും പറഞ്ഞ കാര്യങ്ങൾ ആ ജീവിതത്തിലെ സുവർണ്ണ കാലഘട്ടമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി ഈശ്വരൻ തന്ന ആ നിധിയെ ശരിക്കും സംരക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ വിദ്യാലയ കാലഘട്ടം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടം. പണ്ടൊക്കെ നമ്മുടെ കുട്ടികളിലൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു, അച്ഛൻ പറഞ്ഞു കൊടുക്കും അമ്മയാണ് മോനെ ദൈവം, അമ്മയെ എല്ലാ ദിവസവും നീ അമ്മയെ വേദനിപ്പിക്കരുത് എന്നൊക്കെ അച്ഛൻ പറഞ്ഞു കൊടുക്കും. അതുപോലെ അച്ഛൻ സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ്, അമ്മ ശരിക്കും വാത്സല്യത്തിൻ്റെ പ്രതീകമാണ്. അപ്പോൾ ആ അച്ഛനല്ലേ മക്കളെ നമ്മുടെ കുടുംബം പോറ്റുന്നതൊക്കെ പറഞ്ഞ് ഈ അമ്മ അച്ഛൻ്റെ മാഹാത്മ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ വളരെ പ്രശസ്തമായ ഒരു ചെറിയ അനുഭവം ഇതുമായിട്ട് ഷെയർ ചെയ്യാം. പണ്ട് വളരെ പ്രശസ്തമായ ബാലവികാസിലൊക്കെ വളരെയധികം പറഞ്ഞു കൊടുക്കുന്ന ഒരു മൂല്യഗാനമുണ്ട്, വാല്യൂ സോങ്. കുട്ടികൾക്കൊക്കെ അമ്മയോട് സ്നേഹം നമ്മളറിയാതെ, ഈവൻ മുതിർന്ന കുട്ടികൾക്ക് പോലും ഇത് വളരെയധികം അനുഭവം ഷെയർ ചെയ്യുന്നതായിട്ട് നമുക്ക് ധാരാളം എക്സാമ്പിൾസ് കോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ ചെറിയ മൂല്യഗാനാണ്, നഴ്സറി ഗാനാണ്. ഓടിയെത്തും നേരം എന്നെ ഓമനിക്കും അമ്മ, പാല് തരും പിപ്പി തരും പാവ തരും അമ്മ, ഉമ്മ വെക്കും പാട്ടുപാടും എന്നും എൻ്റെ അമ്മ, കൊച്ചുകഥ ചൊല്ലിത്തരും നിശ്ചയമെൻ്റെ അമ്മ, പട്ടുറുമാൽ കെട്ടിത്തരും പൊട്ടുതൊടുവിക്കും, അച്ഛനെന്നെ തല്ലിടുമ്പോൾ അമ്മയോടിയെത്തും, അമ്മയാണ് പാരിടത്തിലെന്നും എൻ്റെ ദൈവം, അമ്മയെ മറക്കുമോ ഞാൻ ജീവനുള്ള കാലം, അമ്മയെ മറക്കുമോ ഞാൻ ജീവനുള്ള കാലം. ഇത് നമ്മളുടെ കുട്ടികൾക്ക് ഈ പാട്ട്, അമ്മയെ മറക്കുമോ, ജീവനുള്ള കാലത്ത് ഈ അമ്മയെ മറക്കും. ഇതൊക്കെ ചെയ്ത ഒരു പ്രായം കഴിഞ്ഞ് ഒരു 10 വയസ്സ് 12 വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നമ്മുടെ ബാലവികാസ് കുട്ടികളിലൊക്കെ ഇതൊക്കെ പാടിക്കൊടുക്കുമ്പോൾ എല്ലാ കുട്ടികളും ശരിക്കും നല്ല ഇനത്തിലൊക്കെ പാടിക്കൊടുത്ത് കുട്ടികളെ കൊണ്ട് ഏറ്റു പാടിപ്പിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ കണ്ണീരണിയും. സ്വന്തം അമ്മയെ മനസ്സിലൊന്ന് ധ്യാനിച്ചിട്ട് അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ഇതൊന്ന് പാടാനും നമ്മുടെ കുട്ടികളോടൊക്കെ ഒന്ന് പറഞ്ഞു നോക്കൂ, എന്തൊരു അനുഭവമായിരിക്കും. അപ്പോൾ ഈ മൂല്യഗാനങ്ങൾക്ക്, അതായത് ഭഗവാൻ പറയുന്ന രീതിയിൽ ഈ കഥകൾക്കും ചെറിയ ചെറിയ കൊച്ചു ഗാനങ്ങൾക്കൊക്കെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിന് ക്യാരക്ടർ ഡെവലപ്മെൻറ്റിന് വളരെയധികം സഹായം ചെയ്യാൻ സാധിക്കുന്ന ഉറപ്പാണ് മൂല്യഗാനം. അതിനുള്ള സഹായിച്ചൊരു മൂല്യഗാനമാണ്. ഒരു ചെറിയ അനുഭവം ഈ മൂല്യഗാനം ചൊല്ലിയപ്പോഴുണ്ടായ ഒരു അനുഭവം പറയാം. ഒരു കോളേജിൽ ഗസ്റ്റ് സ്പീക്കറായിട്ട് പോയപ്പോൾ അവിടെ പെൺകുട്ടികൾക്ക് മാത്രമുള്ള കോളേജായിരുന്നു, ഡിഗ്രി ഫൈനൽ ഇയർ കുട്ടികൾ. അപ്പോൾ അവിടെയൊക്കെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു തവണ ഈ പാട്ട് ചൊല്ലിച്ചു. കോളേജ് സ്റ്റുഡൻസ് ആണെന്ന് ഓർക്കുക, ഡിഗ്രി ഫൈനൽ ഇയർ സ്റ്റുഡൻസാണ്. അവിടെ വെച്ച് ഈ അമ്മയെ മറക്കുമോ ഞാൻ ജീവനുള്ള കാലം, മറക്കുമോ എന്ന് ചോദിക്കുമ്പോൾ കുട്ടികളൊക്കെ ആദ്യം മെല്ലെ പറയുള്ളൂ, നോ എന്നൊക്കെ പറയും. പക്ഷേ വീണ്ടും സ്വന്തം അമ്മയെ മറക്കുമോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഇത്രയേ ഉത്തരം പറയുള്ളൂ നോക്കുമ്പോൾ വീണ്ടും നോ സർ എന്ന് പറയും. അങ്ങനെ ഒരു തവണ ചോദിച്ചപ്പോൾ നോ സർ എന്ന് ഒച്ചത്തിൽ പറയാൻ തുടങ്ങിയവരെ, നോ സർ. അത് കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ ഒരു പെൺകുട്ടി ഓടി വന്ന് പറയുകയാണേ, താങ്ക് യു വെരി മച്ച് സർ, എൻ്റെ അമ്മയും അച്ഛനെ ഇന്ന് തിരിച്ചു തന്നതിന് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടി എന്താണ് തിരിച്ചു തന്നത്? ആ കുട്ടി വന്ന് കാല് പിടിച്ചപ്പോൾ പറയാണ്, സർ ആരോടും അങ്ങ് പറയണ്ട, പക്ഷേ കണ്ണീരണിഞ്ഞ് പറയാണ്,
എൻ്റെ അമ്മയും അച്ഛനും ഇന്ന് നഷ്ടപ്പെടുമായിരുന്നു. സാറ് ഇവിടെ വന്ന് ഇത് ഈ മൂല്യഗാനം ഇവിടെ പാടിയില്ലായിരുന്നുവെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനും ഞാൻ ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ വിചാരിച്ചിട്ടില്ല. ആ കുട്ടി പറയാണ്, ഞാൻ ഒരു ദുഷിച്ച കൂട്ടുകെട്ടിൽ പെട്ടിട്ട് ഒരാളുടെ കൂടെ, ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ ഇന്ന് പോകാൻ ഒളിച്ചോടി പോകാൻ വിചാരിച്ചാണ്. പക്ഷേ അങ്ങ് പറഞ്ഞില്ലേ ആ കുട്ടിയുടെ അമ്മയുടെ അച്ഛൻ്റെ മാഹാത്മ്യം, ഞാൻ പോവില്ല സർ, ഐ വോണ്ട് ഗോ, ഞാൻ പോവില്ല എന്ന് ഉറപ്പാണ്. എൻ്റെ അമ്മയും അച്ഛനെ എനിക്ക് തിരിച്ചു തന്ന ഈ അനുഭവം എനിക്ക് ജീവിതത്തിൽ വലിയൊരു പാഠമാണ്. എൻ്റെ അമ്മയും അച്ഛനുമാണ് എൻ്റെ എല്ലാം എന്ന് കേവലം ഒരു 10-15 മിനിറ്റ് നേരം നമ്മളുള്ള ഈ മൂല്യഗാനം ഒരു കുട്ടിയിൽ ഇത്രയധികം സ്വാധീനം ചെലുത്താൻ സാധിക്കുമെങ്കിൽ ഒരു അമ്മയും അച്ഛനും സ്വന്തം ജീവിതത്തിൽ സ്വന്തം വീട്ടിലെ കുട്ടികളെ ഇതൊക്കെ പറഞ്ഞു കൊടുത്താൽ എത്ര വലിയ ഒരു മാറ്റം, ഭഗവാൻ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ, ആ പരിവർത്തനം നമ്മുടെ മക്കളിൽ വരുത്താൻ സാധിക്കും. തീർച്ചയായിട്ടും പാരൻറ്റിങ് എന്നുള്ള ആ ഭഗവാൻ പറയുന്ന ഇന്നത്തെ അച്ഛനമ്മമാർക്ക് ഇതൊക്കെ ബോധവൽക്കരണം അത്ര അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെടുന്ന ഒരനുഭവമാണ്. കൂടുതൽ പാരൻറ്റിങ് ന്യൂസുമായിട്ട് നമുക്കിനി വീണ്ടും കാണാം. ജയ് സായിറാം.